നമസ്കാരം. അമേരിക്കയുടെ ഏറ്റവും ശക്തമായ യുദ്ധക്കപ്പലുകളിൽ ഒന്നായ USS ജെറാൾഡ് ആർ ഫോർഡ് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്ന് പിൻവാങ്ങാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത പുറത്തു വന്നതോടെ ഒരു നിർണായക ചോദ്യമാണ് ലോക രാഷ്ട്രീയത്തിൽ ഉയരുന്നത്. ഇത് അമേരിക്കയുടെ തന്ത്രപരമായ പിൻവാങ്ങലാണോ, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകുന്ന യുദ്ധനയം പരാജയപ്പെട്ടതിന്റെ തെളിവാണോ? അതിലും പ്രധാനമായി ഈ നീക്കം ഇറാന്റെ മുന്നേറ്റം ശക്തമാകുന്നുവെന്ന സൂചനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് പേർഷ്യൻ ഗൾഫിൽ നിന്ന് പിൻവാങ്ങി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലായതിനെ തുടർന്നാണ് കപ്പൽ പിൻവാങ്ങുന്നതെന്നാണ് അമേരിക്കൻ നാവികസേനയുടെ പ്രതിനിധി അറിയിച്ചത്. 10 മാസത്തിലേറെയായി മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരുന്ന ഈ കപ്പൽ ഇറാനെതിരായ വിവിധ US നീക്കങ്ങളിൽ സജീവ പങ്കാളിയായിരുന്നു. ദീർഘകാലത്തെ കടലിലെ വിന്യാസത്തിനിടയിൽ കപ്പലിനുള്ളിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളും അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ മാർച്ച് 12-ന് കപ്പലിലുണ്ടായ തീപിടുത്തത്തിൽ 2 നാവികർക്ക് പരിക്കേൽക്കുകയും 100ഓളം കിടക്കകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കൂടാതെ കപ്പലിലെ ടോയ്ലറ്റ് സംവിധാനത്തിലുണ്ടായ തകരാറുകളും വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. നിലവിൽ US യൂറോപ്യൻ കമാൻഡിന്റെ പരിധിയിലുള്ള മേഖലയിലേക്കാണ് കപ്പൽ മാറ്റിയിരിക്കുന്നത്. USS ജെറാൾഡ് ആർ ഫോർഡ് പിൻവാങ്ങിയെങ്കിലും മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ഇപ്പോഴും ശക്തമായ സൈനിക സാന്നിധ്യം നിലനിർത്തുന്നുണ്ട്. USS എബ്രഹാം ലിങ്കൺ, USS ജോർജ് W. ബുഷ് എന്നീ 2 വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ 20 യുദ്ധക്കപ്പലുകൾ ഇപ്പോഴും മേഖലയിൽ തുടരുന്നുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇറാൻ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടയുന്നതും അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങളിൽ ഉപരോധം ഏർപ്പെടുത്തുന്നതും തുടരുന്നതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷാവസ്ഥ പരിഹരിക്കപ്പെടാതെ തന്നെ തുടരുകയാണ്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിലും സമാധാന ചർച്ചകളിൽ പുരോഗതി ഉണ്ടായിട്ടില്ല. ഈ സംഭവത്തെ ട്രംപ് തോറ്റു എന്ന ഒറ്റവാചകത്തിൽ വിശേഷിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ അമേരിക്കയുടെ നിലപാട് ദുർബലമാകുന്ന ചില വ്യക്തമായ സൂചനകൾ ഇതിലൂടെ പുറത്തു വരുന്നുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കപ്പൽ ഒരു സാധാരണ യുദ്ധ സാമഗ്രി അല്ല എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആണവശക്തിയുള്ള വിമാനവാഹിനിയായ ഇത് 2026-ലെ ഇറാൻ സംഘർഷത്തിന്റെ കേന്ദ്ര ബലമായിരുന്നു. ഫെബ്രുവരിയിൽ തന്നെ അമേരിക്ക വലിയ സൈനിക സജ്ജീകരണത്തിന്റെ ഭാഗമായി ഈ കപ്പൽ ഉൾപ്പെടെ വൻ ശക്തി മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിച്ചിരുന്നു. അതായത് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ അമേരിക്ക ആക്രമണാത്മകമായ നിലപാടിലായിരുന്നു എന്ന് സാരം. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് വ്യത്യസ്തമാണ്. ഏകദേശം 10 മാസത്തിലേറെ നീണ്ടുനിന്ന സേവനത്തിനു ശേഷം ഈ കപ്പൽ പിൻവാങ്ങുകയാണ്. ഇത് വെറും സാങ്കേതിക കാരണമല്ല. ദീർഘകാല വിന്യാസം, സൈനിക സമ്മർദ്ദം, പരിപാലന പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഇതിന് ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം പ്രധാന കാര്യം അമേരിക്ക ഇപ്പോഴും പൂർണ്ണമായി പിന്മാറിയിട്ടില്ല. മറ്റ് വിമാനവാഹിനികൾ ഇപ്പോഴും പ്രദേശത്ത് തുടരുകയും ഇറാനെതിരെ നാവിക ഉപരോധം തുടരുകയും ചെയ്യുന്നുണ്ട്. അതായത് യുദ്ധം അവസാനിച്ചിട്ടില്ല, രൂപം മാത്രം മാറുകയാണ്. അപ്പോൾ ചോദ്യം, ട്രംപ് തോറ്റോ? ട്രംപ് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സ്ഥിതി അങ്ങനെ ലളിതമല്ല. അമേരിക്കയുടെ നീണ്ടു നിൽക്കുന്ന സൈനിക സാന്നിധ്യം, ഉപരോധം, തുടർന്നുള്ള സമ്മർദ്ദങ്ങൾ എന്നിവ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് വിജയം നേടിയ യുദ്ധം എന്നതിലുപരി അവസാനിപ്പിക്കാൻ കഴിയാത്ത സംഘർഷം എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇറാന്റെ നിലപാട് നോക്കുമ്പോൾ അവർ പൂർണ്ണമായും കീഴടങ്ങിയിട്ടില്ല. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാൻ ഇപ്പോഴും പ്രതിരോധ നിലപാടിൽ തുടരുന്നു. സമാധാന ചർച്ചകൾ എന്നാൽ നിലച്ചിരിക്കുകയാണ്. എന്നാൽ ഇറാൻ തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുമില്ല. അതുകൊണ്ട് ഇറാൻ വിജയിച്ചു എന്ന് പറയുന്നതും അതിരുകടന്ന വിലയിരുത്തലായിരിക്കും. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി കൈവരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ USS ജെറാൾഡ് ആർ ഫോർഡ് പിൻവാങ്ങുന്നത് ഒരു സിഗ്നൽ ആയി കാണാം. അത് യുദ്ധത്തിൽ നിന്ന് പൂർണ്ണ പിന്മാറ്റമല്ല, മറിച്ചൊരു തന്ത്രപരമായ പുനഃക്രമീകരണമാണ്. ചിലപ്പോൾ യുദ്ധത്തിൽ നേരിട്ട് ആക്രമിക്കുന്നതിനേക്കാൾ സമ്മർദ്ദം നിലനിർത്തി ദൈർഘ്യമേറിയ കളി കളിക്കുകയാണ് ശക്തമായ രാജ്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ രാഷ്ട്രീയ തലത്തിൽ ഇത് ട്രംപിന് വലിയ വെല്ലുവിളിയാണ്. ആദ്യത്തിൽ തന്നെ വലിയ ശക്തി പ്രകടനം നടത്തിയിട്ടും യുദ്ധം വ്യക്തമായ വിജയത്തോടെ അവസാനിപ്പിക്കാൻ കഴിയാത്തത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ കാരണമാകും. ആഭ്യന്തര വിമർശനങ്ങളും ഇതോടെ ശക്തമാവുകയാണ്. ഇത് ട്രംപ് തോറ്റു, ഇറാൻ ജയിച്ചു എന്ന ലളിതമായ കഥയല്ല. പക്ഷേ ഇത് അമേരിക്കയ്ക്ക് പൂർണ്ണ വിജയം നേടാനാകാത്ത യുദ്ധം എന്ന യാഥാർത്ഥ്യത്തിന്റെ വ്യക്തമായ സൂചനയാണ്. ഇനി ലോകം നോക്കുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. ഈ പിൻവാങ്ങലുള്ള സമാധാനത്തിന്റെ തുടക്കമാണോ, അല്ലെങ്കിൽ കൂടുതൽ വലിയ സംഘർഷത്തിന് മുൻപുള്ള ചെറിയ നിശബ്ദതയോ?